ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീരിയൽ വിക്രത്തിൻ്റെയും വേദയുടെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ വിക്രം ജയിലിലായതിനു ശേഷം ശ്രീകാന്താണ് വേദയുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ അനുഭവിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമല്ല. അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ വാസവൻ അന്വേഷിക്കുന്നുണ്ട് വരുണിൻ്റെ കൊലപാതകം ആരായിരിക്കും, വരുണിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദിയെന്ന്. വിക്രം അന്നും പറയുന്നുണ്ട്, ഞാൻ വരുണിനെ കൊന്നിട്ടില്ല, വരുണിൻ്റെ കൊലപാതകത്തിൽ എനിക്കൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് വിക്രം പറയുന്നത്. പക്ഷേ വിക്രം നിരപരാധിയാണെന്നുള്ള കാര്യം വാസവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും വരുണിൻ്റെ കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷിക്കുന്ന സമയത്ത് വാസവൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ശ്രീകാന്തിൻ്റെ മുഖമാണ്. ശ്രീകാന്തിനാണ് വിവാഹത്തിന്, ദീപ്തിയായിട്ടുള്ള വിവാഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് കാണിച്ചതും ശ്രീകാന്താണ്. ശ്രീകാന്തായിരിക്കും ആ കൊലപാതകത്തിന് പിന്നിലെന്നും വാസവന് മനസ്സിലാവുന്നു. പക്ഷേ ആ സമയത്തൊന്നും വാസവൻ്റെ കൂടെയുള്ള ജോണിയെ വാസവൻ സംശയിക്കുന്നില്ല. ജോണിയാണ് ഇതിനെല്ലാം ഒറ്റുകാരനെന്നുള്ള കാര്യവും പിന്നീടാണ് വാസവന് മനസ്സിലാവുന്നത്. അങ്ങനെ വിക്രം ജയിലിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് വിക്രം പല കാര്യങ്ങളും മനസ്സിലാലോചിക്കുന്നുണ്ട്. എന്തായിരിക്കും വേദ എന്നെ കാണാൻ ഇത്രയും നാളായിട്ട് ഇങ്ങോട്ട് വരാത്തത്? വേദ നാടുവിട്ട് പോയ കാര്യമൊന്നും വിക്രത്തിന് അറിയില്ലായിരുന്നു. ആ സമയത്ത് അവിടേക്ക് ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. അയാളെ വിക്രത്തിന് ഒരു പരിചയമില്ലായിരുന്നു. ആ സമയത്ത് അയാൾ വന്ന് വിക്രത്തോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. താൻ ഒരു തെറ്റും ചെയ്യാതാണ് ഇവിടെ വന്നിരിക്കുന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയും. അതെന്താ സാറിന് മാത്രം ഇപ്പോൾ അങ്ങനെ ഒരു തോന്നൽ? എല്ലാവരും പറയുന്നത് ഞാനാണ് ഈ കൊലപാതകത്തിനെല്ലാം ഉത്തരവാദിയാണെന്നാലോ, തെളിവുകളും എല്ലാം എനിക്കെതിരെയാണെന്ന് പറയും. അതേ തെളിവുകളെല്ലാം തനിക്കെതിരെയാണ്, പക്ഷെ താനൊരു കൊലപാതകവും ചെയ്തിട്ടില്ല. താനല്ല പുളിക്കൻ്റെയും വരുണിൻ്റെയും കൊലപാതകത്തിന് ഉത്തരവാദിയെന്നും ചന്ദ്രശേഖരനെ തനിക്ക് കൊല്ലാൻ കഴിയില്ലെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം. എനിക്ക് തന്നെ സഹായിക്കാൻ കഴിയുമെന്നും ആ എസ് ഐ വിക്രത്തിനോട് പറയുന്നു. സാറിന് എങ്ങനെ എന്നെ സഹായിക്കാൻ കഴിയും? അതൊക്കെ കഴിയും. പിന്നെ തൻ്റെ ഭാര്യ വേദ എവിടെയാണെന്ന് തനിക്കറിയില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് വേദയെ കണ്ടുപിടിച്ച് തൻ്റെ അടുത്ത് എത്തിക്കാനും എനിക്ക് സാധിക്കുമെന്ന് പറയും. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്നും അയാളെ ആരാണ് ഇവിടെ എത്തിച്ചതെന്നുള്ള കാര്യവും വിക്രത്തിന് അറിയില്ലായിരുന്നു. അയാളെ അവിടെ കൊണ്ടുവന്നത് വേദയുടെ അച്ഛൻ ശങ്കരനാരായണനാണ്. വേദയുടെ കൂടെ പഠിച്ച ഒരു ആളാണ് അയാൾ വേദയുടെയും വിക്രത്തിൻ്റെയും വിവരങ്ങൾ അറിഞ്ഞ ശേഷം ശങ്കരനാരായണൻ വന്ന് കാണുകയും ശങ്കരനാരായണനാണ് അയാളെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ എസ് ഐ ആണ് നമ്മുടെ വരുണിൻ്റെ കൊലപാതകം അന്വേഷിക്കുന്നത്. അത് കഴിഞ്ഞ് വാസവൻ അന്വേഷിക്കുന്നുണ്ട് വരുണിൻ്റെ കൊലപാതകത്തിന് ആരാണ് ഉത്തരവാദിയെന്ന്. ശ്രീകാന്താണെന്നുള്ള സംശയം മാത്രമേ വാസവൻ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം രാജേട്ടനെയും തോമസിനെയും കാണാനായിട്ട് വാസവൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അതേസമയം അവരുടെ അടുത്ത് വാസവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാമോ വരുണിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദി ആരാണെന്ന്? അതോ വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാമെന്ന് പറയും. ഇല്ല സാറേ, ഒരു കാരണവശാലും വിക്രം അങ്ങനെ ചെയ്യത്തില്ല. മുമ്പ് വരുണുമായിട്ട് വിക്രത്തിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം വരുൺ തന്നെയാണ് ചെയ്തു പോയ തെറ്റിനെല്ലാം വിക്രത്തിനോട് മാപ്പ് പറഞ്ഞതും വേദയുടെ സഹോദരി ദീപ്തിയായിട്ടുള്ള വിവാഹത്തിന് വിക്രം വേദയായിരുന്നു ഏറ്റവും മുൻകൈ എടുത്തുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം, പക്ഷേ എന്നാലും പിന്നെ എൻ്റെ മകനെ ആരാണ് കൊലപ്പെടുത്തിയെന്ന് വാസവൻ ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് പറയും. എന്താ നിങ്ങളുടെ സംശയം? സാറേ, അന്ന് ഞങ്ങളുടെ കൂടെ വന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ജോണി ഉണ്ടായിരുന്നല്ലോ. അതെ, പക്ഷേ ജോണി ഞങ്ങളെ അനിയൻകുട്ടനും ഞാനും എല്ലാവരും കൂടി പുളിക്കനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ജോണി അവിടെ നിന്ന് പോയെന്ന് പറയും. ജോണി അവിടെ നിന്ന് പോയോ? അതെ, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു പറയും. അന്ന് ശ്രീകാന്തുമായിട്ടുള്ള മീറ്റിങ്ങിന്. അതെന്താ ജോണി അന്ന് പോയത്? അറിയത്തില്ല, ജോണിക്ക് എന്താ അത്യാവശ്യം ഉണ്ടെന്ന് ഞങ്ങളെ അവിടെ കൊണ്ട് നാക്കിയിട്ട് അങ്ങ് പോയെന്ന് പറയും. പക്ഷേ വാസവൻ്റെ അടുത്ത് ജോണി പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ശ്രീകാന്തുമായിട്ടുള്ള അന്നത്തെ മീറ്റിങ്ങിന് ഉണ്ടായിരുന്നുള്ള കാര്യമാണ്. അപ്പോഴും ചെറിയൊരു സംശയം ജോണിയെക്കുറിച്ച് വാസവന് തോന്നുന്നുണ്ട്. അതിനുശേഷം സംസാരത്തിന് ശേഷം എല്ലാവരും പിരിയുകയാണ്. ആ സമയം രാജേട്ടൻ വന്ന് വാസവനോട് പറയും, സാർ എനിക്കൊരു സംശയം, ഞങ്ങൾക്ക് ജോണിയിലൊരു സംശയം ഉണ്ടെന്ന് പറയും. സംശയമോ? അതെ, അയാളോട്ട് ഞങ്ങൾ പലതവണ സംസാരിക്കുമ്പോഴും അയാൾ മാറി നിന്ന് ആരോടോ 5-10 മിനിറ്റ് സംസാരിക്കും. ആരാണ് ചോദിക്കുമ്പോൾ സാറാണെന്നാണ് എപ്പോഴും ജോണി ഞങ്ങളോട് പറയുന്നതെന്ന് പറയും. ശരി എന്ന് പറയും. അങ്ങനെ ജോണിയായിട്ട് വാസവൻ നേരിട്ട് സംസാരിക്കുകയാണ്. എന്താ സാറേ എന്നെ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്? ഞാൻ എൻ്റെ മോൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വിക്രമല്ല അങ്ങൊരു കൊലപാതകം ചെയ്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്താ സാറേ അങ്ങൊരു സംശയം? വിക്രം തന്നെ ആയിരിക്കും. മുമ്പ് വരുൺമോനുമായിട്ട് വിക്രത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ വേദയുടെ അനിയത്തി ദീപ്തി വിവാഹം കഴിക്കുന്നത് വിക്രത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് വിക്രം തന്നെയാണ് നമ്മുടെ വരുണിനെ കൊന്നതെന്ന് പറയും. മറ്റാർക്കും അവനോട് ശത്രുതയില്ലെന്ന് പറയും. ഉറപ്പാണോ? അതെ, കൂടെ നിന്ന് ഒറ്റുന്നവരെ എനിക്ക് മനസ്സിലാക്കുമെന്നുള്ള കാര്യം ജോണിയോട് വാസവൻ പറയുന്നു. അതെന്താ സാറേ സാർ അങ്ങനെ പറഞ്ഞത്? ഞാൻ സാറിനെ ചതിക്കുമെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. സാറിൻ്റെ കൂടെ എത്രയോ വർഷങ്ങളോട് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒരിക്കലും സാറിനും സാറിൻ്റെ മകനും അതിൽ എന്തെങ്കിലും ചെയ്യുമോ? അത് എത്ര ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ശരി, ഞാനങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ ഇതൊരിക്കലും നീ തിരുത്തി പറയരുത്. തിരുത്തി പറഞ്ഞാൽ ഈ വാസവൻ്റെ മറ്റൊരു മുഖം നീ കാണുമെന്ന് പറയും. ഒരിക്കലും ഇല്ല സാറെന്ന് പറയും.
അങ്ങനെ ജോണി അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം നേരെ വരുന്നത് ശ്രീകാന്തിൻ്റെ അടുത്താണ്. ശ്രീകാന്ത് അവിടെ സന്തോഷിച്ച് ആഘോഷിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്തിനെ കാണുന്നത്. ജോണി പറയുന്നുണ്ട്, ശ്രീകാന്ത് സാറേ, എനിക്ക് സാറിന് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം. എന്താ ജോണി താൻ കാര്യം പറ? വാസവൻ സാറിന് എന്നെ സംശയമുണ്ടെന്ന് പറയും. സംശയം? എന്ത് സംശയം? വരുണിൻ്റെ കൊലപാതകത്തിന് എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ വാസവൻ ചോദിച്ചു. ആ അതെ, കൂടെ നിന്ന് ഒറ്റിയതാണോ എന്നൊക്കെ ഒരു ചോദ്യം, എന്തോ ഒരു അറിഞ്ഞ മട്ടിലുള്ള സംസാരമാണെന്ന് എനിക്കെന്തോ ഭയമാവുന്നു. ഈ കാര്യം എങ്ങാനും സത്യം എങ്ങാനും വാസവൻ സാർ അറിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവനോട് എന്നെ കാണാൻ പറ്റില്ല. അയാളുടെ തല കണ്ടിച്ചു കളയുമെന്ന് പറയും. താൻ അങ്ങനൊന്നും പേടിക്കാതെ, അങ്ങനൊന്നും സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ വാസവൻ എങ്ങനെ അറിയാനാ താനാ കൂടെ നിന്ന് ഒറ്റിയെന്നുള്ളത്? താൻ വിഷമിക്കണ്ടോ, തന്നെ എൻ്റെ കൂടെ സഹായിച്ചവരൊന്നും ഞാൻ ഉപേക്ഷിക്കത്തില്ല, തന്നെ ഞാൻ സഹായിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് നേരിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ അച്ഛൻ കാണുന്നുണ്ട്, ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ നോക്കുമ്പോൾ ബാറിലിരുന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. സംസാരത്തിനിടയിൽ വാസവൻ്റെയും പുളിക്കൻ്റെയൊക്കെ പേര് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിൽ സംസാരിച്ചങ്ങ് പിരിയുകയാണ്. അപ്പോഴത്തേക്ക് ശങ്കരനാരായണൻ പറയും, ഇവർ തമ്മിൽ ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു മീറ്റിംഗ്? ഇത് ജോണിയല്ലേ, വാസവൻ്റെ ഏറ്റവും അടുത്ത് വലങ്കയായിട്ട് നിൽക്കുന്നത്. ഇവനും ശ്രീകാന്തും തമ്മിൽ എന്താ സംസാരം? ഇനി വരുണിൻ്റെ കൊലപാതകത്തിനും പുളിക്കൻ്റെ മരണത്തിലുമൊക്കെ ഇവനും പങ്കുണ്ടോ? ശ്രീകാന്തിന് വേണ്ടിയാണോ ഇവൻ വാസവനെ ഒറ്റിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ശങ്കരന് സംശയം വരും. അങ്ങനെ ശങ്കരൻ ഈ കാര്യമെല്ലാം വിക്രത്തിൻ്റെ കേസ് അന്വേഷിക്കുന്ന ആ ഇൻസ്പെക്ടറോട് പറയുകയാണ്. അതിനുശേഷം അയാൾ ജോണിയെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ജോണിയെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ജോണിയെടുത്ത് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷേ ജോണി എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. സത്യം പറയടോ, ആരാണ് പുളിക്കൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറയും. അത് സാറേ, താൻ സത്യം പറയാൻ പറയും. ആർക്ക് വേണ്ടിയാണ് പുളിക്കനെ താൻ കൊന്നതെന്ന് പറയും. ഉടനെ പറയും, അത് പുളിക്കൻ ശ്രീനിവാസൻ്റെ വലങ്കയായിട്ട് നിന്ന ആളാണ്. അയാളെയാണ് ശ്രീകാന്ത് അയാളുടെ ഭാഗത്തോട് സ്വാധീനിച്ചത്. പുളിക്കനെ കൊന്നത് ശ്രീകാന്ത് സാറാണെന്ന് പറയും. അപ്പോൾ വരുണിൻ്റെ കൊലപാതകത്തിന് ആരോ ഉത്തരവാദി എന്ന് നോക്കും. വരുണിൻ്റെ കൊലപാതകത്തിന് എസ് ഐ സാബു സാറാണെന്ന് പറയും. സാബു? ആ അതെ, CI സാബു സാറിനെ കൊണ്ട് ശ്രീകാന്ത് സാറാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കാനിരുന്നതാണ് വാസവൻ്റെ മകൻ വരുൺ. പക്ഷേ അതുകൊണ്ട് അത് വിവാഹത്തിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് CI സാബു സാറിനെ കൊണ്ട് ശ്രീകാന്ത് സാറാണ് വരുണിനെ കൊല്ലിപ്പിച്ചത്. ആ കുറ്റം വിക്രത്തിൻ്റെ പേരിൽ ആക്കുകയും ചെയ്തു. തെളിവുകളെല്ലാം അയാൾക്കെതിരാക്കിയായിരുന്നു എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന SI വിവരങ്ങളെല്ലാം ശങ്കരൻ്റെ അടുത്ത് പറയുകയാണ്. സാർ, എല്ലാത്തിനും കാരണം സാറിൻ്റെ മകനാണ്. വരുണിൻ്റെ കൊലപാതകത്തിനും പുളിക്കൻ്റെ മരണത്തിനും എല്ലാത്തിനും അയാളാണ് പ്രശ്നം. അനിയൻകുട്ടനെ പോലും വകവരുത്തിയത് അയാളാണ്. അനിയൻകുട്ടനെ കൊന്നത് ചന്ദ്രശേഖരനാണ്. അയാളുടെ കയ്യിലെ പിസ്റ്റൺ ഉപയോഗിച്ചാണ് ചന്ദ്രശേഖരൻ അനിയൻകുട്ടനെ കൊന്നത്. പക്ഷേ അനിയൻകുട്ടനെ കൊല്ലാനും ശ്രീകാന്ത് തക്കം നോക്കിയിരുന്നതാണ്. കാരണം പുളിക്കനെ കൊന്നത് നേരിട്ട് കണ്ട ഒരേ ഒരു ഐ വിറ്റ്നസ് അനിയൻകുട്ടനാണ്. അതുകൊണ്ട് അനിയൻകുട്ടനെ കൊല്ലാതെ ആ സമയത്താണ് ചന്ദ്രശേഖരനെയാണ് ശ്രീകാന്തും കൊല്ലുന്നത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും ശങ്കരനാരായണനോട് വിവരം അറിയിപ്പിക്കുന്നു. അതിനുശേഷം തെളിവുകളെല്ലാം ശ്രീകാന്തിനെതിരാവുകയാണ്. അത് കഴിഞ്ഞ് പോലീസ് ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ട് കൊണ്ടുവരികയാണ്. വരുണിൻ്റെ കൊലപാതകി ആരാണെന്നുള്ള സംശയത്തിലായിരുന്നു വാസവൻ. പക്ഷേ തെളിവ് സഹിതം എല്ലാത്തിനും പിന്നെ ശ്രീകാന്താണെന്ന് മനസ്സിലാക്കുന്ന വാസവൻ കോടതിയിലോട്ട് വരുന്നുണ്ട്. കോടതിയിൽ വരുമ്പോൾ കോടതിയിൽ വിലങ്ങൊക്കെ വെച്ച് വരികയാണ്. അതിനുശേഷം ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് പിന്നിലും ശ്രീകാന്താണെന്ന് മനസ്സിലാക്കുന്ന ദർശൻ ശ്രീകാന്തിനെതിരെ തിരിയുകയാണ്. അതിനുശേഷം എല്ലാ കുറ്റവും ശ്രീകാന്താണെന്ന് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. ഈ എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ വേദ അറിയുന്നുണ്ടായിരുന്നു. TV കൂടിയും മാധ്യമങ്ങളിൽ കൂടിയും വരുണിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദി ശ്രീകാന്താണെന്ന് വേദ മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം എല്ലാ കുറ്റവും വിക്രത്തിൻ്റെ പേരിൽ കള്ളത്തെളിവുകളും കള്ളമൊഴിയുടെയും അടിസ്ഥാനപ്പെടുത്തിയാണ് വിക്രത്തിനെ 5 വർഷത്തേക്ക് കോടതി ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. എല്ലാത്തിനും വിക്രം നിരപരാധിയാണെന്ന് തെളിയുകയാണ്. അങ്ങനെ വിക്രം ചെയ്ത തെറ്റുകൾക്ക് 5 വർഷം ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുകയാണ്. പക്ഷേ അതിനുശേഷം ദർശനും ശങ്കരനാരായണനും എല്ലാവരും ചേർന്ന് വിക്രത്തിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. ഇത്രയും നാളും കള്ളക്കഥകളും കള്ളക്കേസുകളും എല്ലാം കൊടുത്ത് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ശ്രീകാന്ത് നിരപരാധികം ജയിലിലാവുകയാണ്. ശ്രീകാന്തിന് വിലങ്ങ് വെച്ച് ജയിലിലോട്ട് കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് വാസവൻ വരുന്നുണ്ട്. വാസവന് സ്വന്തം മകനെ കൊന്ന ആളെ കണ്ടുപിടിച്ചതിൻ്റെ സന്തോഷമായിരുന്നു. അവിടെ SIയുടെ കയ്യിലിരുന്ന തോക്കെടുത്ത് ശ്രീകാന്തിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത്. അപ്പോൾ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.